നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. വർക്കല റെയിൽവേ ട്രാക്കിൽ വീണ ഓട്ടോറിക്ഷ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇടിച്ച സംഭവത്തിൽ പ്രതി ഓട്ടോ ഡ്രൈവർക്ക് ഞെക്കാട് വെട്ടിമൺകോണ് സുധി നിവാസിൽ സുധിയെ 30 റെയിൽവേ സുരക്ഷാ സേന RPF അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. മദ്യപിച്ചിരുന്ന സുധി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിച്ചു കയറ്റിയ ഓട്ടോറിക്ഷ ട്രാക്കിൽ വീണതിനെ തുടർന്ന് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. RPF SI സജിലാലിന്റെയും ഇൻസ്പെക്ടർ RS രാജേഷിന്റെയും നേതൃത്വത്തിൽ പ്രതിയെ ഇന്നലെ അകത്തുമുറി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചൊവ്വാഴ്ച രാത്രി 10-ന് നടന്ന സംഭവത്തിൽ സുധി പ്ലാറ്റ്ഫോമിലേക്ക് ഓട്ടോയുമായി എത്തിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ആദ്യം ഉയർന്നത്. സ്റ്റേഷന്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലി നടക്കുകയാണ്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനായി ഇടറോഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാൻ പാത നിർമ്മിച്ചിരുന്നു. ഇതിലൂടെയാണ് ഓട്ടോയുമായി സുധി വന്നത്. ഓട്ടോ തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ട്രാക്കിലേക്ക് വീണതെന്ന് RPF പറയുന്നു. ഇതിനിടെ സുധി സുരക്ഷിതമായി പുറത്തിറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി. അകത്തുമുറി ഭാഗത്ത് വേഗം നിയന്ത്രണത്തിലുള്ളതിനാൽ പതിവിലും വേഗം കുറച്ചാണ് വന്ദേ ഭാരത് എത്തിയത്. ഓട്ടോയിൽ ഇടിച്ച ശേഷം ഏകദേശം 200 മീറ്ററോളം മുന്നോട്ട് നീങ്ങിയാണ് ട്രെയിൻ. ഓട്ടോയുടെ ലോഹഭാഗം ട്രെയിനിന്റെ മുൻഭാഗത്ത് കുടുങ്ങിയതിനാൽ പിന്നീട് ഫയർഫോഴ്സിന്റെ സേവനവും തേടി 1 മണിക്കൂറിലധികം ട്രെയിൻ നിർത്തിയിടേണ്ടി വന്നു. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായാണ് സുധി സംസാരിക്കുന്നത് പോലീസ്. സംഭവ സമയം നന്നായി മദ്യപിച്ച നിലയിലായിരുന്നു ഇയാൾ. സുധിക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നും RPF പരിശോധിക്കുന്നുണ്ട്. ഓട്ടോയുമായി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുണ്ടായ സാഹചര്യവും വ്യക്തമല്ല. കല്ലമ്പലം ഞെക്കാട് ഭാഗത്ത് താമസിക്കുന്ന ഇയാൾ അകത്തുമുറി ഭാഗത്തെത്തി. പൊതുവെ വിജനമായ സ്ഥലത്ത് രാത്രിയും പകലും വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവർ മദ്യപിക്കാൻ ഉൾപ്പെടെ തമ്പടിക്കുന്നുണ്ട്. കടയ്ക്കാവൂർ വർക്കല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായതിനാൽ പോലീസ് എക്സൈസ് ഇടപെടലുകൾ കുറവാണ്. അകത്തുനിന്ന് പിന്നാലെ പ്ലാറ്റ്ഫോമിലേക്കും കയറി വരാൻ താൽക്കാലികമായി തുറന്ന വഴി അടയ്ക്കാനുള്ള നടപടി റെയിൽവേ തുടങ്ങി. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.